സപ്തശിഖരം എന്ന സീരിയലിലെ കൃഷ്ണപ്രിയാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്, നമ്മുടെ സ്വന്തം സരിത ചേച്ചി. 25 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ എല്ലാവരും കേട്ട് എൻജോയ് ചെയ്ത, അതായത് ഈ 2025 ആളുകൾ യൂട്യൂബിൽ ആ പാട്ട് തെരഞ്ഞു കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ മിക്കവർക്കും ചിലപ്പോൾ സരിത ചേച്ചിയാണ് അത് എന്ന് അറിയില്ല. ഞാൻ മരുമകളാണ്. അപ്പൊ അമ്മായിയമ്മേനെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സീനുണ്ട്, സുകുമാരി അമ്മേനെ. അത് ആർക്കും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ജാനകി എന്ന ക്യാരക്ടർ ചെയ്യാണ് സ്വന്തമായി അഭിനയിച്ച് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഹസ്ബൻഡിന് തന്നെയാണ്. അതുപോലെ വേറൊരു വൈറലായിട്ടുള്ള റീൽസും കൂടി ഉണ്ട്, മമ്മൂക്കന്റെ ഡാൻസ് സ്റ്റെപ്പ് മോനായിട്ട്. അതിലേറ്റവും സൂപ്പർ സ്റ്റെപ്പ് കളിച്ചിട്ടുള്ളത് മകനാണ്. കറക്റ്റ് ആയിട്ടുള്ള ചേച്ചി മമ്മൂക്കായിട്ട് അഭിനയിക്കുന്ന ബോഡി ഷേമിങ്ങിനെതിരെ ചേച്ചി ഒരു വീഡിയോ ഇട്ടു. പക്ഷെ ആളുകൾ അതിനെ വേറൊരു പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. അതായത് ബോഡി ഷേമിങ്ങിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ വീഡിയോ ചെയ്തത് എന്ന്. ഇപ്പത്തെ കുട്ടികളൊന്നും അടിക്കുക പോലും ചെയ്യുന്നില്ല. എന്തുണ്ടെങ്കിലും നമ്മൾ പാരന്റ്സിനോട് പറയാനാ പറയണത്. പക്ഷെ ഈ പാരന്റ്സ് തന്നെയാണ് ഈ കുട്ടികൾ അടിക്കരുത് എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞത് എനിക്കറിയാം. പക്ഷേ ഈ കുട്ടികളെ കൗൺസിൽ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ ഈ പേരൻസിന്റെ ഒരു കോച്ചും അവരൊക്കെ പറയുന്നത് ഈ കുട്ടികളെ ശരിക്കും അടിച്ചു വളർത്തിയെന്ന് വിചാരിച്ച് അവർ നന്നാവണമെന്നില്ല. അത് അവരിലെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനെതിരായിട്ടാണ് പറയുന്നത്. ഫേസ്ബുക്കിൽ സ്ഥിരം ഞാൻ ഫോട്ടോസ് സരിതയുടെ ഫേസ്ബുക്ക് ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഫോട്ടോയ്ക്ക് കയറി നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോ ഞാൻ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ ഇട്ടത്, ഞാൻ അതായത് സരിത എഴുതുന്നത് പോലെയാണ് ഞാൻ എഴുതിയത്. അപ്പൊ പുള്ളിക്കാരൻ കുമ്മനടിച്ച് കയറിയതാണ്. ആക്ച്വലി അത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്ന് കമന്റ്സ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ പുറത്തു പറയാൻ പറ്റാത്ത, ഇപ്പോഴും ഞാൻ ആ കമന്റ്സ് ഒന്നും ഡിലീറ്റ് ചെയ്തില്ല. അപ്പോ സദാചാരം ഈ നാട്ടിൽ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അത് തന്നെയാണ് ജാനകിയും സദാചാരവും തമ്മിലൊരു യുദ്ധമാണ് കാണിക്കുന്നത്.